പൊക്കാനയുടെ പരിപാടി പങ്കെടുക്കാനാണ് പോയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ അതോടൊപ്പം തന്നെ നിരവധി മലയാളി സംഘടനകളുടെ ഒരു ഏകദേശം 18-20ഓളം പരിപാടികൾ പങ്കെടുത്തു. മലയാളി ഡോക്ടർമാർ കേരളത്തിൽ നിന്നുള്ള അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു 380ഓളം ഡോക്ടർമാരുടെ 3 ദിവസ സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങനെ IT പ്രൊഫഷണൽസ് US ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെക്നോ പാർക്കിൽ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജീവനക്കാർ ജോലി ചെയ്യുന്ന കമ്പനികൾ നടത്തുന്ന IT പ്രൊഫഷണൽസ് അവരെ കണ്ടു. പല മേയർമാരെയും കണ്ടു. അവരുടെ പദ്ധതികൾ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ കഴിഞ്ഞ 6-7 ദിവസമായി നിരന്തരമായുള്ള മലയാളി സമൂഹമായുള്ള സമ്പർക്കമായി. അതോടൊപ്പം തന്നെ US ബേസ്ഡ് കോർപ്പറേഷൻ ഭരണത്തിന് മെച്ചം കിട്ടുന്ന തരത്തിലുള്ള ആൾക്കാരെ കാണാൻ സാധിച്ചു. ഇതൊക്കെ തന്നെ ഇനി ഇവിടെ നമുക്ക് നടപ്പിലാക്കിയെടുക്കണം. മലയാള സമൂഹത്തിന് വളരെ വലിയ സഹായം, അവരുടെ എക്സ്പെർട്ടൈസ് നമ്മുടെ നാട്ടിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ സന്നദ്ധയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും ചെറിയ പ്രായത്തിൽ കാർഡിയാക് അറസ്റ്റ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന നാളെ കേരളം മാറുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ലോകപ്രശസ്ത കാർഡിയാക് വിദഗ്ധൻ, അദ്ദേഹം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ പഠിച്ച ഡോക്ടറാണ്. അദ്ദേഹം അമേരിക്കയിലെ 4 യൂണിവേഴ്സിറ്റികളിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡായി ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ സേവനം കേരളത്തിന് ആവശ്യമായ തരത്തിൽ പ്രയോജനപ്പെടുത്താൻ ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വരാൻ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സഹപ്രവർത്തനം ആലോചിച്ച് മീറ്റിംഗ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നടപടി സ്വീകരിക്കും. ഓക്കെ, നാളെ പറയാം. അങ്ങനെ അമേരിക്കയിൽ പോയ വി രാജേഷ് തിരിച്ച് നമ്മുടെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നതെന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു ഇവിടെ ഈ പറയുന്ന തോന്നൽ ശിവൻകുട്ടി സഖാവൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. മേയർ അമേരിക്കയിലേക്ക് പോയിരിക്കുന്നു ആ ഒരു തരത്തിൽ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ശിവൻകുട്ടി സഖാവിൻ്റെ വായിൽ നിന്നും വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തിനാണ്, ഏതിനാണ് എന്നൊക്കെയുള്ളത് ശിവൻകുട്ടി സഖാവിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതെന്തായാലും രാജേഷ് വളരെ കൃത്യമായിട്ട് വിവരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത്. അതായത് താൻ അമേരിക്കൻ സന്ദർശനം നടത്തിയിട്ട് എന്താണ് ഉപയോഗമുണ്ടായത്, അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാവാനായി പോകുന്നു, അല്ലെങ്കിൽ ഇനി മാറ്റാനായി സാധിക്കും, അല്ലെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇവിടുത്തെ ആരോഗ്യ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും തിരുവനന്തപുരം നഗരത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന തരത്തിലോട്ടാണ് ഈ പറയുന്ന വി രാജേഷിൻ്റെ ഈ ഒരു യാത്ര ഉപകാരപ്പെട്ടത് എന്നുള്ളത് വി രാജേഷിൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം മേയർ ഈ പറയുന്ന രീതിയിൽ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ ഇട്ട ഓരോ പോസ്റ്റുകളും, അതായത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴി തന്നെ ഇട്ട ഓരോ പോസ്റ്റുകളിലും വളരെ വിശദമായിട്ട്, അതായത് താൻ എന്തൊക്കെയാണ് അവിടെ ചെന്നിട്ട് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇടപെട്ടത്, അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് അത് എത്തിക്കാനായിട്ട് പറ്റുന്ന തരത്തിലോട്ടുള്ള ചർച്ചകൾ നടത്തിയത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യം. എനിക്ക് തോന്നുന്നു ഇന്നേ വരെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു മേയറോ അല്ലെങ്കിൽ മറ്റ് ഏതൊരു വ്യക്തിയായാലും ചെയ്യാത്ത രീതിയിലുള്ള ഒരു പുതിയതരം നീക്കമായിരുന്നു മേയറുടെ ഭാഗത്ത്. അതായത് താൻ ചെയ്ത ഓരോ പ്രവർത്തികളും വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന തരത്തിലോട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു നീക്കമായിരുന്നു വി രാജേഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ കൃത്യമായിട്ട് വിവരിക്കുന്ന കണക്ക് നാട്ടിലെത്തിയതിനു ശേഷം തന്നെ പത്രപ്രവർത്തകരോട് പറയുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ മാറി. എന്തായാലും അതിൻ്റെ ഒരു നീക്കങ്ങൾ, വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ ഇനിയും ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ പ്രതിപക്ഷം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷം ഇനി ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഇപ്പോൾ വി രാജേഷ് പൊട്ടിച്ച ഈ ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് താൻ അമേരിക്കൻ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാ കറങ്ങി അടിച്ച് പുട്ടുവടിച്ച് നടന്നുകൊണ്ടുള്ള ഒരു ട്രിപ്പല്ല വി രാജേഷ് നടത്തിയത്, അല്ലെങ്കിൽ വി രാജേഷിൻ്റെ ഈ ഒരു യാത്ര കൊണ്ട് ഉണ്ടായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ, അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലാൻ വർക്കൗട്ട് ആക്കുക എന്നുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചുറ്റും വളരെ കൃത്യമായിട്ട് വി രാജേഷ് ചെയ്യുമെന്നതിൻ്റെ ഒരു തുടക്കമാണ് വി രാജേഷിൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇവിടെയുള്ള കമ്മികൾക്കും കൊങ്ങികൾക്കും ഒന്നും തന്നെ സഹിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം സംഘികൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുനിഞ്ഞാൽ തന്നെയും അതിനെ എല്ലാ അർത്ഥത്തിലും തടയിട്ടെന്ന തരത്തിലുള്ള കാര്യങ്ങൾ, സമരങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പറയുന്ന രീതിയിൽ UDFിൻ്റെയും LDFിൻ്റെയും ഒരു നയമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വി രാജേഷിൻ്റെ നീക്കങ്ങളിലും അങ്ങനെ ചില തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് തന്നെ വി രാജേഷിനെ പോലൊരു വ്യക്തിക്ക് മുന്നോട്ട് പോയി തിരുവനന്തപുരം നഗരത്തെ മാറ്റാനായിട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ മുഖച്ഛായ നൽകാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന കാര്യമെന്ന് പറയും. എന്തായാലും ഈ ഒരു അമേരിക്കൻ വിസിറ്റ് കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ മേയർ വി രാജേഷ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് തീർച്ചയായിട്ടും കമ്മികളും കൊമ്മികളും അടക്കം കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.